ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ മാത്സ് ഹാഫ് ഇയർലി മോഡൽ എക്സാം ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്മസ് എക്സാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്, വിത്ത് ആൻസർ കീ ഉണ്ടായിരിക്കും ഇതിൽ തന്നെ. ഇത് ഇംഗ്ലീഷ് മീഡിയംകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. മലയാളം മീഡിയംകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിൻ്റെ മാത്സ് എക്സാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇനിയും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ആദ്യം ക്വസ്റ്റ്യൻസും അതിനുശേഷം ആൻസർ കീയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ആദ്യം എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക, അതിനുശേഷം ആൻസർ കീ ചെക്ക് ചെയ്യുക. ഓരോ സെക്ഷൻ കഴിഞ്ഞിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ആൻസർ കീ. ഒരു സെക്ഷൻ ചെയ്യുക, ആൻസർ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ സെക്ഷൻ എ ആണ് ആദ്യം വരുന്നത്. ഈ സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. മാർക്ക് ഇപ്പം നിങ്ങൾ നോക്കണ്ട, എല്ലാത്തിനും ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് -8 + 3? അപ്പോൾ -8 + 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളത് എഴുതാം. ഓപ്ഷൻ ഉണ്ട് -11, 5, -5, 11. ഇതിൽ ഏതാണെന്ന് മാത്രം എടുത്തെഴുതുക. അടുത്തത്, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഡെസിമൽ ഫോംസ്. ഡെസിമൽ ഫോംസിനെ കുറിച്ച് 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ താഴെ തന്നിരിക്കുന്ന ഏതാണ് ശരിയെന്ന് ചൂസ് ചെയ്യാനാണ്. സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ദ ഡെസിമൽ ഫോം ഓഫ് 1/3 ഈസ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ. സ്റ്റേറ്റ്മെന്റ് 2, 1/3 = 0.333. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. ഇതാണ് ആദ്യത്തെ. ബി, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫാൾസ്. 3, ഇഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഇസ് 8 cm, വാട്ട് ഇസ് ഇറ്റ്സ് റേഡിയസ്? ഒരു സർക്കിളുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 8 ആണ്. സി, ഇതാണ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ കേട്ടോ ഫുള്ളായിട്ട് പോണത്. ഇത് 8 ആണെങ്കിൽ ഇതിന്റെ റേഡിയസ്, അതായത് പകുതി ഇങ്ങനെയുള്ളതാണ് റേഡിയസ്, പകുതിക്കുള്ളത് കേട്ടോ. അപ്പോൾ അത് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട് 16, 4, 8, 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 3x = 18, 3x 18 ആണെങ്കിൽ എക്സിന്റെ വില എന്താണ്? എക്സിന്റെ വാല്യൂ കാണണം. ഓപ്ഷൻ ഉണ്ട് 6, 15, 21, 54. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ ആൻസർ കീ ആണ്. ആദ്യത്തിന്റെ ആൻസർ -5, രണ്ടാമത്തതിന്റെ ആൻസർ ബി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. മൂന്നാമത്തതിന്റെ ആൻസർ റേഡിയസ് ആണ്. ഡയമീറ്റർ 8 ആണെങ്കിൽ അതിന്റെ പകുതി ചെയ്താൽ 4 റേഡിയസ് ആയിരിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ 6 ആണ് കേട്ടോ. 3x എന്ന് പറയുന്നത് എത്രയായിരുന്നു? 18 ആയിരുന്നു അല്ലേ? 3x 18 ആണെങ്കിൽ എക്സിനെ പുറത്തിടുക 18, എന്നിട്ട് ഈ 3 അപ്പുറത്ത് പോകും. അപ്പോൾ ഇത് ഇൻഡൂല് കിടക്കണം. ഇവിടെ ഇൻഡൂല് കിടക്കണ 3 × x എന്ന അർത്ഥത്തിൽ കിടക്കണ 3x അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും കേട്ടോ. അപ്പോൾ എന്ത് വരും? ആൻസർ 6 ആവും. സെക്ഷൻ ബി ആണ് അടുത്തത്, 5ാമത്തെ ചോദ്യം. ഡ്രോ എ ലൈൻ എ ബി ഓഫ് ലെങ്ത് 6 cm യൂസിങ് എ റൂളർ ആൻഡ് കോമ്പസ്. ഡ്രോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദിസ് ലൈൻ. 6, ഇൻ എ ക്ലാസ് ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് 3:4. ഇഫ് ദർ ആർ 21 ബോയ്സ്, ഹൗ മെനി ഗേൾസ് ആർ ദർ? അപ്പോൾ 3:4 എന്നതിലാണ് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും റേഷ്യോ ഉള്ളത്. 21 ബോയ്സ് ഉണ്ട്, അതായത് ഇത് 21 ആണ്. അപ്പോൾ ഗേൾസ് എത്രയെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. 7, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ പാറ്റേൺ. മിസ്സിംഗ് നമ്പർ കാണണം. 5 - 3 2 ആണ്. 3 - 5 -2 ആണ്. 5 - 8 എന്താണെന്ന് കാണുക. 8, റൈറ്റ് ദ ഫ്രാക്ഷൻ 1/8 ഇൻ ഡെസിമൽ ഫോം. അപ്പോൾ 1/8 എന്നുള്ള ഫ്രാക്ഷന് ഡെസിമൽ ഫോമിലേക്ക് എഴുതുക. അടുത്തത് സെക്ഷൻ ബിയുടെ ആൻസേഴ്സ് നോക്കാം. ആദ്യം തന്നെ വരയ്ക്കേണ്ടതാണ്. അത് ഞാൻ ഇവിടെ വരച്ച് ഉൾപ്പെടുത്തിയിട്ടില്ല, വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇതിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റെപ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ഒരു ലൈൻ സെഗ്മെന്റ് എ ബി ഇതുപോലെ വരയ്ക്കുക, 6 cm. Place the compass point on A and set the width to more than half the length of the line. Draw arcs above and below the line. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിന്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് മേലെയും താഴെയും ആർക്കുകൾ വരയ്ക്കാൻ ശ്രമിക്കുക. വിതൗട്ട് ചേഞ്ചിങ് ദ വിഡ്ത്ത്, പ്ലേസ് ദ കോമ്പസ് പോയിന്റ് ഓൺ ബി ആൻഡ് ഡ്രോ ആർക്സ് ടു ഇന്റർസെക്ട് ദ പ്രീവിയസ് ആർക്സ്. എന്നിട്ട് ഇതിങ്ങനെ ഇന്റർസെക്ട് ചെയ്യണ പോലെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ഇവിടെ ആർക്ക് ഉണ്ടാവും, ഇന്റർസെക്ട് ചെയ്ത് വരച്ചാൽ മതി. ജോയിൻ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വിത്ത് എ സ്ട്രെയിറ്റ് ലൈൻ. ദി ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ബൈസെക്ടർ ഓഫ് എ ബി. ഇനി 6ാമത്തെ ചോദ്യം, 28 ഗേൾസ് ആണ്. അത് റേഷ്യോ തന്നിട്ടുണ്ട് 3ഉം 4ഉം.
അപ്പം നമ്മൾ ഇതിനെ 3x 4x എടുക്കുക. നമുക്ക് ബോയ്സിൻ്റെ നമ്പർ 3x = എന്തെന്ന് തന്നിട്ടുണ്ട്, 21 തന്നിട്ടുണ്ട് അല്ലേ. ദെൻ അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ നിങ്ങൾ കാണുക. 21/3 ചെയ്താൽ നമുക്ക് 7 വാല്യൂ കിട്ടും. എന്നിട്ട് നിങ്ങളിത് 4x എക്സിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. അപ്പോൾ ഗേൾസ് 4x ആണ്. അപ്പോൾ ആ 4x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 × 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 28 ആൻസർ വരും കേട്ടോ. നന്നായി പഠിച്ചിട്ട് പോവുക ഈ ഭാഗങ്ങൾ. ഇനി ഏഴാമത്തതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് 5 - 3 2, 3 - 5 - 2, 5 - 8 -3 ആണ് കേട്ടോ. സബ്ട്രാക്ടിങ് എ ലാർജർ പോസിറ്റീവ് നമ്പർ ഫ്രം എ സ്മോളർ പോസിറ്റീവ് നമ്പർ റിസൾട്ട്സ് ഇൻ എ നെഗറ്റീവ് നമ്പർ. ഇനി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് 0.125 ആണ്. 1/8 ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. 1/8 ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 0.125 ആൻസർ കിട്ടുന്നതായിരിക്കും. അടുത്ത സെക്ഷൻ സി ആണ്. 9th ക്വസ്റ്റ്യൻ. രാജുസ് ഏജ് ഈസ് 3 times his son's age. രാജുവിൻ്റെ ഏജ് സണ്ണിൻ്റെ ഏജിൻ്റെ 3 മടങ്ങാണ്. ആഫ്റ്റർ 10 years സം ഓഫ് ദർ ഏജസ് വിൽ ബി 60. 10 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജസിൻ്റെ കൂട്ടിക്കഴിഞ്ഞ സം എത്ര വരും? 60 വരും. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യേണ്ടത് ഏതാണ്? എ ക്വസ്റ്റ്യൻ, ടേക്ക് സൺസ് കറണ്ട് ഏജസ് എക്സ്, റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ രാജുസ് കറണ്ട് ഏജ്. അപ്പോൾ ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻ എഴുതണം. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ ഇക്വേഷൻ ബേസ്ഡ് ഓൺ ദ സം ഓഫ് ദർ ഏജസ് ആഫ്റ്റർ 10 years. 10 വർഷം കഴിഞ്ഞ് ഇവരുടെ ഏജിൻ്റെ ഇക്വേഷനും എഴുതണം. ഫൈൻഡ് ദെയർ കറണ്ട് ഏജസ്. ഇപ്പോഴത്തെ ഇവരുടെ ഏജും നമ്മൾ എഴുതണം. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. എ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർ ബി ക്വസ്റ്റ്യനും ചെയ്യാം കേട്ടോ. ബി അല്ല, സോറി, 11th ഓറാണ്. In a circle, a chord of length 8 cm is drawn. The distance from the center to the chord is 3 cm. Draw a rough figure representing this. Calculate the radius of the circle using Pythagoras theorem. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, the sides of a triangle are in the ratio 3:4:5. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ റേഷ്യോ ആണ് 3:4:5. അതിൻ്റെ പെരിമീറ്റർ ആണ് 36 cm. ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. 2, ഈസ് ദിസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? വൈ? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ? എങ്കിൽ എന്തുകൊണ്ട്? 12, റൈറ്റ് ദ ഫോളോവിങ് ഇസ് ഡെസിമൽസ്. തന്നിരിക്കുന്നതിന് ഡെസിമൽസ് ആയിട്ട് എഴുതാനാണ്. 3/10 + 5/100, 3/10 + 5/100. അതേപോലെ രണ്ടാമത്തെ 1/2 + 1/4. ഇതിനെ ആൻസർ ഡെസിമൽ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുക. 12, എ അല്ലെങ്കിൽ ബി നിങ്ങൾക്ക് ചെയ്യാം. ഓർ ബി ഇതാണ്, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 1/10 + 1/100 + 1/1000 ഇൻ ഡെസിമൽ ഫോം. എന്നിട്ട് രണ്ടാമത്തെ ഉണ്ട് അതിൻ്റെ, റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 1/9. അപ്പോൾ 12 ചോദ്യങ്ങൾ. ഇനി അതിൻ്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 9ാമത്തതിൻ്റെ ആൻസർ, രാജുവിൻ്റെ ഇപ്പോഴത്തെ ഏജിനെ നമ്മൾ എക്സ്പ്രഷനിൽ ഇട്ട് കൊടുക്കുക 3x. ഇക്വേഷൻ ആഫ്റ്റർ 10 years സണ്ണിൻ്റെ ഏജ് x + 10. കുട്ടിയുടെ ഏജ് എക്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 10 വർഷം കഴിയുമ്പോൾ x + 10 ആവും. രാജുവിൻ്റെ ഏജ് 3x കൊടുത്തു. 10 വർഷം കഴിയുമ്പോൾ 3x + 10 ആവും. ഇനി അവരുടെ സമ്മ് നമുക്ക് കാണണമെങ്കിൽ ഇതാ, x + 10 + 3x + 10 = 60 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ സോൾവ് ചെയ്യുക. ഈ എക്സും ഈ 3x കൂടി ആകുമ്പോൾ 4x ആവും. 10 × 10 20. അപ്പോൾ 4x + 20 നമുക്ക് എന്ത് കിട്ടുന്നു? 60 എന്നൊരു ഇക്വേഷൻ ഇവിടെ കിട്ടും. ഇനി ഇപ്പോഴത്തെ ഏജ് കാണണം അല്ലേ. അപ്പോൾ 4x = 60 - 20. 4xൻ്റെ വാല്യൂ നമ്മൾ 4xനെ പുറത്തിട്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 അപ്പുറത്ത് പോകുമ്പോൾ 4x എന്തായിട്ട് മാറും? 60 - 20. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 - 20 - 40 കിട്ടും. ദെൻ എന്ത് ചെയ്യണം? അപ്പോൾ 4x ആണ് ഈ 40 അല്ലേ. ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? x എഗൈൻ കാണണം. x = 40/4. 10 വരും കേട്ടോ ആൻസർ. അപ്പോൾ സണ്ണിൻ്റെ ഏജ് 10 ആണെങ്കിൽ രാജുവിൻ്റെ ഏജ് ഇപ്പം 30. ഇനി 10A ഒരു ഫിഗർ വരയ്ക്കാനാണ്. ഫിഗർ ഞാൻ വരച്ചിട്ടില്ല. എ സർക്കിൾ വിത്ത് സെൻറ്റർ O, എ കോഡ് AB ആൻഡ് എ പെർപെൻഡിക്കുലർ OM ഫ്രം സെൻറ്റർ ടു കോഡ് വരയ്ക്കുക. നിങ്ങൾ കാൽക്കുലേഷൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ഫ്രം സെൻറ്റർ ബൈസെക്ട്സ് കോഡ്. സോ ഹാഫ് ഓഫ് കോഡ് ലെങ്ത് 8/2 4. ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ 3 ആണ്. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമ്മൾ എന്ത് കാണുക? റേഡിയസ് കാണുക. 3² + 4² വരും. 9 + 16 √25. √25 വരുമ്പോൾ 5 cm ആൻസർ വരും കേട്ടോ. പൈതഗോറസ് തിയറം പഠിച്ചിട്ട് പോവുക. ബി ക്വസ്റ്റ്യൻ കൺസ്ട്രക്ഷൻ ആണ്. അത് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുക. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. 4, 5, 6 cm സൈഡ്. എന്നിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എനി 2 sides ഓഫ് ട്രയാങ്കിൾ. Mark the point where these bisectors meet as the circumcenter. Place the compass on the circumcenter. Measure the distance to any vertex and draw a circle passing through 3 vertices. അപ്പോൾ വരയ്ക്കുന്നത് നമുക്ക് ചെയ്യാനുള്ള ഒരു
സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് വരയ്ക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഈ ഡ്രോ ചെയ്യേണ്ടതൊക്കെ ഒന്ന് നന്നായി നോക്കിയിട്ട് പോകണം കേട്ടോ. 11ാമത്തെ ആൻസർ ആണ്. ലെങ്ത്സ് ഓഫ് ദ സൈഡ് വരുന്നത് 3x 4x 5x കൊടുക്കുന്നുണ്ട്. പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ 12. അപ്പോൾ 3 + 4 എന്ത് ചെയ്തു 5 ചെയ്യുമ്പോൾ നമ്മൾ ഈക്വൽ ടു 12x നമ്മൾ കൊടുക്കുക. ഇതൊന്നും റിയൽ വാല്യൂസ് അല്ല, റിയൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പെരിമീറ്റർ 36 എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 12x = 36. എക്സിനെ പുറത്തിടുക, 36/12 ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ 3 വരും. സോറി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഓരോന്നിൻ്റെ എക്സ് ആണ് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത് 3 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3 × ആ 3 ചെയ്യുക, 9 കിട്ടും. 4 × 3 ചെയ്യുക 12, 5 × 3 ചെയ്യുക 15. ഇനി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണോ ചോദിച്ചിട്ടുണ്ട്, യെസ് ആണ്. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 9² + 12² എന്ത് വരും 81 + 144 225 ആൻസർ വരും. 225 എന്നുള്ളത് 15ന്റെ സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോം വരിക. 12A ഉത്തരം എന്ന് പറയുന്നത് 0.35 ആണ്. നമ്മൾ 3/10നെ 0.3 എന്നും 5/100നെ 0.05 എന്നും മാറ്റി എഴുതുക ഡെസിമലിലേക്ക്. ആൻസർ 0.35. അടുത്തത് 1/2 എന്ന് പറയുമ്പോൾ അരയാണ് കേട്ടോ, അത് 0.5 ആയി. 1/4 കാലാണ്, അത് 0.25 ആയി. ഇത് ആഡ് ചെയ്യുമ്പോൾ 0.75 വരും. അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ആണ്. 1/10 + 1/100 + 1/1000 എല്ലാത്തിനെയും ഡെസിമലിലേക്ക് ആക്കുക. ഒരു പൂജ്യമേ ഉള്ളെങ്കിൽ 0.1, 2 പൂജ്യം ഉണ്ടെങ്കിൽ 0.01, 3 പൂജ്യം ആണെങ്കിൽ 0.001. അപ്പോൾ ആൻസർ 0.111. അടുത്തത് 1/9 ആണ്. റെക്കറൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയി പോകുമ്പോൾ നമ്മളൊരു 3 പ്ലേസ് ഒക്കെ എഴുതിയാൽ മതി. 0.1111 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇത്. അതുകൊണ്ടാണ് 3 പ്ലേസിൽ നിർത്തിയത് കേട്ടോ. ഇനി സെക്ഷൻ ഡി ആണ്. സെക്ഷൻ ഡി നമുക്ക് വരയ്ക്കാനാണ്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ്, അപ്പോൾ അത് വരയ്ക്കേണ്ടത് ഞാൻ പറയുന്നില്ല. അടുത്തതും ബി ക്വസ്റ്റ്യൻ, ഡ്രോ എ ലൈൻ സെഗ്മെന്റ് ഓഫ് PQ = 7 cm ആണ്. വിത്തൗട്ട് യൂസിങ് എ റൂളർ ടു മെഷർ ഫൈൻഡ് ദ പോയിന്റ് R ഓൺ PQ സച്ച് ദാറ്റ് PR is to RQ = 3:4 വരും. യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ബൈസെക്ടേഴ്സ് നമുക്കിത് ചെയ്യേണ്ട. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങളുടെ ബുക്കിൽ ഇതിൻ്റെ ആൻസർ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഇതിൻ്റെ ആൻസർ ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല. 14. An object is thrown upwards. Its speed v at a time t is given by v = 39.2 minus 9.8 t. What is the speed at t = 2 seconds? At what time t will the speed be 0? What is the speed at t = 5 seconds? What does the negative sign indicate? Sorry. ഇനി 15 നമുക്ക് എ ക്വസ്റ്റ്യനും ഡ്രോ എ റോംബസ് വിത്ത് ഡയഗണൽ 6 cm ആൻഡ് 8 cm ആണ്. ഒരു റോംബസ് വരയ്ക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ റോംബസ് ചെരിച്ച് വരയ്ക്കുക. പ്രൂവ് ദാറ്റ് ദ 4 triangles formed the diagonals are congruent right angle triangles. Calculate the perimeter of the rhombus. അല്ലെങ്കിൽ ഡ്രോ ആൻ ആംഗിൾസ് ഓഫ് 75 degree using a ruler and compass. 16. In a mixture of 60 liters of milk and water, the ratio of milk to water is 2:1. How much water must be added to make the ratio 1:2? If instead of water, milk is added to the original mixture to make the ratio 3:1, how much milk is needed? അല്ലെങ്കിൽ or question, the ratio of the length to breadth of a rectangular plot is 5:3. A path 2 meters wide runs all around the outside of the plot. If the length of the inner plot is 5x, what is the length of outer boundary in terms of x? If the perimeter of the inner plot is 160 meters, find the dimension of the inner plot. Find the ratio of the perimeter of the inner plot to the perimeter of the outer boundary. Answers ആണ് 13A. ആദ്യം നിങ്ങളൊരു ട്രയാങ്കിൾ വരയ്ക്കുക. 5, 6, 7 ഇതുപോലെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. 5, 6, 7 എന്ന് വെച്ചിട്ട്. എന്നിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. ഓഫ് എനി 2 സൈഡ്സ് ആണ് കേട്ടോ. മാർക്ക് ദ സർക്യൂംസെൻറ്റർ, ഡ്രോ എ സർക്കിൾ ടച്ചിങ് ഓൾ വെർട്ടിസസ്. അപ്പോൾ നിങ്ങളുടെ ഫിഗർ നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം ആ ഫിഗർ ഇങ്ങനെ വരും. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് നമ്മളൊരു സർക്കിളും വരയ്ക്കണം കേട്ടോ. വരച്ച് കാണിച്ചു തരാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സർക്കും റേഡിയസ് ഓൾമോസ്റ്റ് 3.5 to 3.6 സെൻറ്റിമീറ്ററിൽ വരും. പിന്നെ അതുപോലെ അതിൻ്റെ ബി ക്വസ്റ്റ്യനും ആദ്യം PQ എന്ന് വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഡ്രോ എ റേ ഫ്രം P അറ്റ് ആൻ ആംഗിൾ 3 + 4 7 മാർക്ക് ചെയ്യുക. എന്നിട്ട് Q മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വരയ്ക്കുന്നത് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ കൺസ്ട്രക്ഷൻ പാർട്ട് എന്തായാലും നന്നായി നോക്കിയിട്ട് പോവുക. എനിക്ക് ഈ ഇതിൽ കൺസ്ട്രക്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ്.
ഇനി 14ാമത്തതിൻ്റെ ഫസ്റ്റ് ആൻസർ വരുന്നത് 19.6 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ ആൻസർ വരുന്നത് T4 സെക്കൻഡ്സ് ആണ്. മൂന്നാമത്തെ ആൻസർ വരുന്നത് -9.8 മീറ്റർ പെർ സെക്കൻഡ്. ഒബ്ജക്റ്റ് ഡൗൺവാർഡ്സിലേക്കാണ് മൂവ് ചെയ്യുക. നെഗറ്റീവ് ആണ് വരിക. 15A വരയ്ക്കാനുള്ളതാണ്. വരയ്ക്കാനുള്ളതൊന്നും എനിക്കിതിൽ വരയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ കാണിക്കണം. അത് കറക്റ്റ് ആയിരിക്കില്ല, അക്യുറേറ്റ് ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ വരയ്ക്കുക. റോംബസിൻ്റെ ഭാഗവും പഠിച്ചിട്ട് പോവുക. 15A മൂന്നാമത്തെ ആൻസർ ഹൈപ്പോട്ടന്യൂസ് കാണാനാണ്. ഹൈപ്പോട്ടന്യൂസ് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും, പെരിമീറ്റർ 20 കേട്ടോ. അതേപോലെ തന്നെ 15B ക്വസ്റ്റ്യനും കൺസ്ട്രക്ഷൻ തന്നെയാണ്. 90 ഡിഗ്രി 60 ഡിഗ്രി നമ്മൾ സെയിം പോയിന്റിൽ കാണിക്കണം. എന്നിട്ട് ആംഗിൾ ബൈസെക്ട് ചെയ്യണം ബിറ്റ്വീൻ 60 ഡിഗ്രിയിലും 90 ഡിഗ്രിയിലും. നമുക്ക് 15 കിട്ടും വേണം. മൂന്നാമത്തെ 60 ഡിഗ്രി പ്ലസ് 15 ഡിഗ്രി 75 ഡിഗ്രി കിട്ടും. ഈ വരയ്ക്കുന്ന ഭാഗം ഒന്നും പറയുന്നില്ല. അതിൻ്റെ കാരണം എനിക്ക് എക്സാക്റ്റ് വരച്ച് കാണിക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ആ ഭാഗങ്ങൾ നന്നായി നോക്കിയിട്ട് പോവുക കേട്ടോ. നിങ്ങളുടെ ആൻസർ ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അധികം നോട്ട്സിൽ ആൻസർ ഉണ്ടായിരിക്കും. അതൊന്ന് കറക്റ്റായി നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. 16A ആൻസർ വരുന്നത് കറൻ്റ്ലി ടോട്ടൽ 60 ലിറ്റർ ആണ്. റേഷ്യോ 2:1 ആണെങ്കിൽ മിൽക്ക് 2/3 × 60 ചെയ്യുക. അപ്പം 40 ലിറ്റർ കിട്ടും. വാട്ടർ 20 ലിറ്ററും. പുതിയ റേഷ്യോ 1:2 ആണെങ്കിൽ മിൽക്ക് 40 ലിറ്റർ തന്നെയാണ്. അപ്പം നമ്മുടെ പുതിയത് 80 ലിറ്റർ. വെള്ളം ആഡ് ചെയ്ത് കഴിയണു. അപ്പോൾ ആഡഡ് വാട്ടർ 60 ലിറ്റർ. പുതിയ റേഷ്യോ 3:1 ആണെങ്കിൽ നമ്മുടെ ആൻസർ വരെ 20 ലിറ്റർ ആണ്. ഇനി B ഔട്ടർ ലെങ്ത്ത് 5x + 2a + 2 5x + 4 വരും. ഇന്നർ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമ്മുടെ ഫോം വരിക. അപ്പോൾ 2 × 5 10, 2 × 3 6. അങ്ങനെ ചെയ്യുന്ന സമയത്ത് it is equal to 160 അവർ തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. 16x = 160 വരും. x 10 വരും. ഇന്നർ ഡയമെൻഷൻ 50 മീറ്ററും 30 മീറ്ററും. ഔട്ടർ ഡയമെൻഷൻസ് വരുമ്പോൾ 50 + 4 54 വരും. 30 + 4 34 വരും. ഔട്ടർ പെരിമീറ്റർ വരുന്നത് 176 ആണ്. റേഷ്യോ 160:176 വരും. 10:11 ആൻസർ വരും. അപ്പോൾ ഇത് എന്തൊക്കെ ചോദിക്കും, ഏതൊക്കെ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര സ്പീഡിൽ പറഞ്ഞു പോയി എന്ന് പറയരുത്. ഒരുപാട് ലെങ്തി ആവും വീഡിയോ, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ആ ഭാഗങ്ങളൊന്ന് നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.